ഇന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരു ലേസി മൊമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് കേബേജ് ഇട്ട് കൊടുക്കാം. കേബേജ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് നന്നായിട്ട് വാടി വരണം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു മൊമോസാണിത്. ഇടയ്ക്കുകയും പരത്തുകയും ഒന്നും ചെയ്യണ്ട, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് അവർ പറയുന്നത്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കൻ അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും. ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ട് കുക്കാവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒരുപാട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറയുന്നതാണ്. ഇനി കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഡാർക്ക് സോയ സോസാണ് ഞാൻ ചേർത്തത്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കെച്ചപ്പ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അവരിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കിത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒരു ബൗൾസാക്കി നമുക്ക് മാറ്റാം. എന്നിട്ട് മൈദാ മാവിൽ കോട്ട് ചെയ്തെടുക്കാം. ഇവിടെ തൊട്ടാണ് എനിക്ക് വളരെ പാടായിട്ട് തോന്നുന്നത്. ഇത് കുറച്ച് പാടുള്ള പ്രോസസ്സാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് നമുക്ക് വെള്ളത്തിൽ ഒരു ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. ഒരുപാട് നേരം മുക്കരുത്, കുറച്ചൊന്ന് ജസ്റ്റ് മുക്കിയിട്ട് എടുക്കുക. എന്നിട്ട് വീണ്ടും മൈദയിലോട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മുക്കി ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിലൊക്കെ 3 പ്രാവശ്യം മുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ 2 പ്രാവശ്യം മുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഇഡലി തട്ടിൽ ആവി കയറ്റാൻ വേണ്ടിയാണ് വച്ചിട്ടുള്ളത്. ഇതുപോലെ ബൗൾസാക്കിയാണ് വച്ചിരിക്കുന്നത്. ഇത് കോട്ട് ചെയ്തെടുക്കാൻ നല്ല പാടുണ്ടായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ സാധനം ഒരു ഹാഫ് സക്സസ്സും ഹാഫ് ഫെയിലായിട്ടുമാണ് വന്നിട്ടുള്ളത്. ഇവിടെയും മൈദയുടെ ഒരു വൈറ്റ് പാച്ചസ് കാണുന്നുണ്ടെങ്കിലും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. മോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കിതൊരു ആവറേജ് ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. സാധാരണ മൊമോസ് തന്നെയാണ് എപ്പോഴും ടേസ്റ്റ്, കുറച്ച് പാടാണെങ്കിലും. ഇതാണ് എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.